morning all. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ യൂണറി ഓപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഓൺലി വൺ ഓപ്പറൻഡ്, 2 ഓപ്പറൻഡ് ആണെങ്കിൽ ബൈനറി ഓപ്പറേറ്റർ, ദെൻ 3 ഓപ്പറൻഡ് വരുമ്പോൾ അത് എന്തായിരിക്കും, ടെർണറി ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ ഓൺലി വൺ ഓപ്പറൻഡ് യൂണറി നമ്മൾ പഠിച്ചു, യൂണറി മൈനസ്, യൂണറി പ്ലസ്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ അല്ലേ. നെക്സ്റ്റ് നമ്മൾ ബൈനറി ഓപ്പറേറ്റർ എന്താ പഠിച്ചത്, പ്ലസ് മൈനസ് സ്റ്റാർ ഡിവിഷൻ മോഡുലസ് എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ടെർണറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഒരു കണ്ടീഷൻ അല്ലേ, ഒരു കണ്ടീഷൻ, ദെൻ ഇങ്ങനെ ഒരു കോളൻ, ഈ ഒരു കണ്ടീഷൻ കോളൻ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ഓപ്പറന്റിന്റെ അല്ലെ, ഓപ്പറന്റിന്റെ ബേസിലാണ് നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഓരോ ഓപ്പറേഷൻസ് നടക്കണമെങ്കിൽ കുറച്ച് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കാനുണ്ട്. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ദെൻ ലാസ്റ്റ് വൺ ഈസ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്നാണ്. What is arithmetic operator? Plus, minus, star, division and modulus. ഈ പെർസെന്റേജ് എന്ന് പറയുന്നതാണ് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെയാണ് ഈ ഒരു 5 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഏതൊക്കെയാണെന്ന് പറയാം, പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ആൻഡ് പെർസെന്റേജ്. ഒരിക്കലും പെർസെന്റേജിനെ എന്താണ് ഇതിൽ പറയുന്നത്, പെർസെന്റേജ് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല, ദാറ്റ് ഈസ് റിമൈൻഡർ. ഇതിനെ പറയുന്നതാണ് മോഡുലസ് ഓപ്പറേറ്റർ. ഇതിനെ പറയുന്നതാണ് എന്താ, മോഡുലസ് ഓപ്പറേറ്റർ. ഇറ്റ്സ് ഓൾസോ കോൾഡ് മോഡ്. നമ്മൾ മോഡ് എന്ന് പറയുള്ളൂ, എ മോഡ് ബി അങ്ങനെ പറയുള്ളൂ. അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, പ്ലസ്, മൈനസ്, സ്റ്റാർ, ദെൻ ഡിവിഷൻ ആൻഡ് മോഡുലസ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചേക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അത് നമുക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് കേട്ടോ. ഇവിടെ നോക്കുക, എ ബി, എ പ്ലസ് ബി, എ മൈനസ് ബി, എ സ്റ്റാർ ബി, എ ഡിവിഷൻ ബി, എ മോഡുലസ് ബി. ഇത് കണ്ടെത്തണം, ഈസിയാണ്, ശ്രദ്ധിച്ചിരിക്കാം. എ എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 10 ആണ്, ബി 5 ആണ്. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ മൈനസ് 10 2. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 4 പറഞ്ഞോളൂ കേട്ടോ. 10 പ്ലസ് 5 എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെ ഇഷ്ടമുള്ള വാല്യൂസ് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. എ എന്ന് പറയുന്നത് 10 ഉം ബി ഈക്വൽ ടു 5 ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു എത്രയാണ്, 10 പ്ലസ് 5 15. ശരിയല്ലേ. ദെൻ എ മൈനസ് ബി എന്ന് പറയുന്നത് 10 മൈനസ് 5 ആണ്, എത്രയാണ്, 5. 10 മൈനസ് 5 5 അല്ലേ. ദെൻ എ സ്റ്റാർ ബി, എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ, 10 സ്റ്റാർ ബി, 10 into 5 എത്രയാണ്, 50 അല്ലേ. ദെൻ എ ബൈ ബി, എ ബൈ ബി എന്ന് പറയുമ്പോൾ എന്താണ്, 10 divided by 5 അല്ലേ, എത്രയാണ്, 2 അല്ലേ. ഇവിടെ കൊടുക്കുക, റിമൈൻഡർ കാണണം. റിമൈൻഡർ ആണ് എന്തിനാ ഉദ്ദേശിക്കുന്നത്, മോഡുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, മോഡുലസ്. സോ ഇതിന്റെ റിമൈൻഡർ എപ്പോഴും എന്താണ് ഇവിടെ, 0. ഓക്കെ, കിട്ടി. അടുത്തത് മൈനസ് 10 2 ആണ്. മൈനസ് 10 പ്ലസ് 2 എത്രയാണ്, മൈനസ് 8 അല്ലേ. മൈനസ് 10 പ്ലസ് 2 മൈനസ് 8. ദെൻ മൈനസ് 10 മൈനസ് 2 എത്രയാണ്, മൈനസ് 12 ശരിയല്ലേ. Then a star b എന്ന് പറയുമ്പോൾ minus 10 into 2 equal to minus 20. a by b വരുമ്പോൾ minus 10 by 2 റിമൈൻഡർ എത്ര, സോറി ഇതിന്റെ ക്വോഷ്യന്റ് എത്ര കിട്ടുക, 2 ആണ് അല്ലേ. സോ minus 2. ശ്രദ്ധിക്കാം, minus
10 minus 10 modulus 2 ആണ്. അപ്പൊ റിമൈൻഡർ 0. ശരിയല്ലേ? ഈ ശ്രദ്ധിക്കുക, ഈ മോഡുലസിന്റെ ഒരു കാര്യം നിങ്ങൾ ഇതുപോലെ തന്നെ റിമൈൻഡർ സാധാ പോലെ എഴുതുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യത്തെ ഓപ്പറൻഡിൽ വരുന്ന സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക, ആദ്യത്തെ ഓപ്പറൻഡിൽ വരുന്ന സിമ്പിൾ ആണ് മോഡുലസിന്റെ സിമ്പിൾ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. 4 അതിന്റെ 4 plus 4 8, 4 minus 4 0, 4 star 4 16, 4 by 4 then 1, ഇതിന്റെ റിമൈൻഡറും 0 തന്നെ. വേറൊരു കാര്യം ചെയ്യാം, ഞാൻ 11 then minus 2, ഇതൊന്ന് പറഞ്ഞു നോക്കൂ. 11 minus 2 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 11 minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സാധാ പോലെ നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലെ, പ്ലസ് സൈലും മൈനസ് സൈലും ഒക്കെ ചെയ്യാൻ അറിയാം. നമുക്ക് മോഡ് കാണാം. എങ്ങനെയായിരിക്കും? എ മോഡ് ബി, ദാറ്റ് ഈസ് 11 മോഡ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ? 11 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ കിട്ടുക. അതായത് 1 ആണ് റിമൈൻഡർ കിട്ടുക. ഇവിടെ മൈനസ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഫസ്റ്റത്തെ സിമ്പിൾ ഏതാണോ അതാണ് എഴുതേണ്ടത്. ഇവിടെ -11 ആയിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? -1 ആണ് കിട്ടേണ്ടത്. ഇവിടെ -2 ആയതുകൊണ്ട് അവിടെ നമുക്കത് സ്പെസിഫിക് സിമ്പിൾ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സൈൻ കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഇത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത്, ശ്രദ്ധിച്ചിരിക്കാം, ഇനി പഠിക്കേണ്ടത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റർ? ഇത്രയേ ഉള്ളൂ. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാല്യൂസുകൾ തമ്മിൽ ചെക്ക് ചെയ്യാം, ശരിയാണോ? അതിന് നമുക്ക് എന്ത് കിട്ടും? അതിനൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ട്രൂ ആയിരിക്കാം, ചിലപ്പോൾ ഫോൾസ് ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ഗ്രേറ്റർ ദാൻ ബി ട്രൂ ആണ്. ഇതിന് ട്രൂ ഉണ്ട്, അതുപോലെ ഫോൾസ് ഉണ്ട് അല്ലെ? ട്രൂ ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 എന്ന് കൊടുക്കണം, ഫോൾസ് ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 എന്നും കൊടുക്കണം. അപ്പൊ ഈ ഒരു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമുക്ക് കിട്ടി അല്ലെ? അതായത് ലെസ് ദാൻ അറിയാം, ഗ്രേറ്റർ ദാൻ അറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു. ഇങ്ങനെ വരുന്ന ഈ 6 സിമ്പലുകളാണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, then not equal to. ഇതൊക്കെ ഏത് ഓപ്പറേറ്റർ ആണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾ എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഒരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് ഒന്ന് ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം. ട്രൂ ആണെങ്കിൽ ആൻസർ എന്ത് എഴുതണം? ട്രൂ ആണെങ്കിൽ 1 എന്ന് എഴുതണം, ട്രൂ ആണെങ്കിൽ 1 എന്നും, ഫോൾസ് ആണെങ്കിൽ 0 ആണ് നമ്മുടെ വാല്യൂ അല്ലെ? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിളിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കൂ, എയും ബിയും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. A equal to 5, B equal to 3. Okay, next പറയുന്നത് A equal to -8 and B equal to -2. Then next is A equal to 7, then B equal to 10. A equal to 5, B equal to 5. ഇങ്ങനത്തെ 4 കണ്ടീഷനാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇതെന്താ? ഇത് ഒരു ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് 1 എന്ന് മാർക്ക് ചെയ്യണം, ഇല്ലെങ്കിലോ 0 എന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് നമുക്ക് ഇതിന്റെ എക്സാമ്പിളിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഏത് ഓപ്പറേറ്റേഴ്സ് ആണ് ഒന്നുകൂടി പറയാം. ഇതൊരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു. ഓക്കെ, നമുക്കത് നോക്കാം അല്ലെ? ട്രൂവിന് 1 കൊടുക്കാം, ഫോൾസിന് 0 കൊടുക്കാം. ഓക്കെ, 5 ഇനി നോക്കിക്കോളൂ കേട്ടോ. 5ഉം 3ഉം ഞാൻ എടുത്തു. A ഈക്വൽ ടു 5ഉം B ഈക്വൽ ടു 3 എടുത്തു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്യാണ് ഫസ്റ്റ് തന്നെ. 5 ലെസ് ദാൻ 3, ഇത് കറക്റ്റ്. ഇത് നോക്കി നോക്കാം നമുക്ക് കേട്ടോ. Then 5 ഗ്രേറ്റർ ദാൻ 3. നെക്സ്റ്റ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ ഒരു 4 കണ്ടീഷനായി. പിന്നെയുള്ളത് എന്താ? A, അതായത് 5 നോട്ട് ഈക്വൽ ടു 3, 5 ഈക്വൽ ടു 3.
ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നോക്കൂ, 5 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് 5 ആണോ ഇവിടെ ചെറുത്? അല്ല, 3 ആണ് അല്ലേ ചെറുത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മനസ്സിലായി. അടുത്തത് 5 ഗ്രേറ്റർ ദാൻ 3, അത് കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ ഇടാം. ദെൻ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അല്ല അല്ലെ, ഈക്വലും അല്ല, അതുപോലെ അത് ലെസ്സും അല്ല 3 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഫോൾസ് ആണ്, ഇവിടെ ട്രൂ ആണ്. 5 നോട്ട് ഈക്വൽ ടു 3, കറക്റ്റ് ആണ് അല്ലെ, നോട്ട് ഈക്വൽ ആണ് അല്ലെ. ദെൻ ഇത് ട്രൂ ഇട്ടു. 5 ഈക്വൽ ടു 3 ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ തെറ്റ് കണ്ടെടുത്ത് 0 എന്നും ടിക്കുള്ളടുത്ത് എന്ത് 1 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം അല്ലെ. 5 ലെസ് ദാൻ 3 എന്ന് പറയുന്നത് ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു, ഇവിടെ 0 1, പിന്നെ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇവിടെ 1 then 0. ഓക്കെ, ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മൾ ഓരോന്ന് ഇതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റണം. -8 ശ്രദ്ധിക്കും. -8 ലെസ് ദാൻ -3, -8 ഗ്രേറ്റർ ദാൻ -3, -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, -8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3, -8 നോട്ട് ഈക്വൽ ടു -3, -8 ഈക്വൽ ടു -3. ചെക്ക് ചെയ്യാം നമുക്ക് അല്ലെ. നോക്കിക്കോളൂ, -8 നമുക്കറിയാം മൈനസ്, ഇവിടെ 0 ആണ്, ഇവിടെ 0, ഇവിടെ -1, ഇവിടെ -2, ഇവിടെ -3, ഇവിടെ -4, ഇങ്ങനെ പോകും അല്ലെ. അതായത് ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -3 ആണോ -4 ആണോ വലുത്? -3 ആണ് അല്ലെ. അത് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ മൈനസിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരും, ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് കൂടി വരാന്നുള്ളത് അറിയാം. അപ്പൊ നിങ്ങൾക്ക് -8 ലെസ് ദാൻ -3 എന്നുള്ളത് ശരിയാണോ? തെറ്റാണ് അല്ലേ. ഓക്കെ, -8 ഗ്രേറ്റർ ദാൻ -3, സോറി ഇത് ശരിയാണ് അല്ലെ. കാരണം എന്താ? -3 എന്ന് പറയുന്നത് ആണ് വലുതാവുന്നത്. -8 ഗ്രേറ്റർ ദാൻ -3 എന്ന് പറയുമ്പോൾ അതൊരു റോങ് ആണ് അല്ലേ. -8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്നാ പറയുന്നത് അല്ലെ. അത് നമുക്ക് എന്താ കറക്റ്റ് ആയിരിക്കാം. ലെസ് ദാൻ ആണ്, ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്, ഇത് തെറ്റാണ്. -8 നോട്ട് ഈക്വൽ ടു -3, ഇത് കറക്റ്റ് ആണ് അല്ലെ, ഇത് തെറ്റാണ് അല്ലെ. അപ്പൊ നമുക്ക് വേഗം എന്താ ചെയ്യേണ്ടത്? ട്രൂവിന്റെ ഭാഗത്ത് 1 എഴുതാം അല്ലെ. ഇവിടെ 1 എഴുതി, ഇവിടെ 0 എഴുതി, ഇവിടെ 1 എഴുതി, ഇവിടെ 0 എഴുതി, then 1 0. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് -8ഉം രണ്ട് മൈനസ് സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കാണുന്നത്. ഇനി നമുക്ക് എ ചെറുതും ബി വലുതും എന്നുള്ള ഒരു നമ്പർ ആയിട്ട് എടുക്കാം അല്ലെ. 7 ലെസ് ദാൻ 10, 7 ഗ്രേറ്റർ ദാൻ 10, 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10, 7 നോട്ട് ഈക്വൽ ടു 10, 7 ഈക്വൽ ടു 10. 7 ലെസ് ദാൻ 10 ശരിയാണ്, 10 ആണ് വലുത് അല്ലേ. 7 ഗ്രേറ്റർ ദാൻ 10 റോങ് ആണ് അല്ലേ. then 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഇത് കറക്റ്റ് ആണ്, ഇത് റോങ് ആണ്. then 7 നോട്ട് ഈക്വൽ ടു 10 കറക്റ്റ് ആണ്, ഇത് റോങ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 1 0 1 0 1 0. ഓക്കെ, ഇത് മനസ്സിലായി അല്ലേ. ഇനി നമ്മൾക്ക് കിട്ടേണ്ടത് എന്താ? 5 5 രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, രണ്ടും ഈക്വൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? എ ഈക്വൽ ടു നമുക്ക് നോക്കാം 5, നമുക്ക് ഇത് എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ. 5 ലെസ് ദാൻ 5, 5 ലെസ് ദാൻ 5 അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് അതോട് 0 കൊടുക്കാം, 5 ഗ്രേറ്റർ ദാൻ 0 കൊടുക്കാം. ഇനി നോക്കൂ, 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഒന്നില്ലെങ്കിൽ ലെസ് ആവണം, ഇല്ലെങ്കിൽ ഈക്വൽ ടു ആവണം. അപ്പൊ എന്താ ചെയ്യാം? ഈക്വൽ ടു ആണ് അല്ലെ, അതായത് ഇത് കറക്റ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ 1 എന്നിടും. ഓക്കെ, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഗ്രേറ്റർ ആവണം അല്ലെങ്കിൽ ഈക്വലെങ്കിൽ ആവണം, ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് ഇവിടെ 1 എന്നിട്ടു. then നോട്ട് ഈക്വൽ ടു അവിടെ എന്താ? 0, കാരണം നോട്ട് ഈക്വൽ അല്ല, അത് ഈക്വൽ ആണ് അല്ലേ, ഇവിടെ 1. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടിയ? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്തു, മനസ്സിലായി. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്ററും റിലേഷണൽ ഓപ്പറേറ്ററും. ഇത്രയേ ഉള്ളൂ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റർ. അപ്പൊ മോഡുലസ് ഓപ്പറേറ്ററിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ്
പറഞ്ഞു തന്നു. അതും നിങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഏതൊക്കെ സിമ്പിൾ ആണ് വരുന്നത്? ലെസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആൻഡ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ വരുന്നുണ്ട്. ഓക്കെ, ഒരൊറ്റ ഈക്വൽ ഇടാൻ പാടില്ല, ഡബിൾ ഈക്വൽ തന്നെ ഇടണം. ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ട്രൂ ആണെങ്കിൽ 1ഉം ഫോൾസ് ആണെങ്കിൽ 0യും ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈസി അല്ലേ? അപ്പൊ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും അതിൽ വരുന്ന എക്സാമ്പിൾസും നന്നായിരുന്ന് എഴുതി നോക്കുക. നോട്ടിൽ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, ഇനി അടുത്തത് എടുക്കേണ്ടത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നന്നായിരുന്നു പഠിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.